أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ ഇരുപതാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത് ഖുർആനിലെ ചെറിയ ആയത്തുകൾ വിശകലനം ചെയ്യുകയും അതുപോലെ ചെറിയ ചെറിയ ഹദീസ് വിശകലനം ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ 5 കാര്യങ്ങൾ അവൻ നിർബന്ധമായും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 6 കാര്യങ്ങൾ അവൻ വിശ്വസിക്കുകയും വേണം. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ജനനം മുതലേ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കാരണം പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. അതായത് മറിച്ച് ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് ഈ വിവരങ്ങളെല്ലാം അവർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾക്കൊന്നും ആ വിവരം കിട്ടിയിട്ടില്ല. നമ്മൾ മദ്രസയിൽ പോയിട്ട് ഒക്കെ പഠിച്ച് ഒക്കെയാണ് നമുക്ക് ആ വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിശ്ചയമായും ഈ 5 കാര്യങ്ങൾ ഒരു മുസ്ലിമായ ഒരാൾക്ക് നിർബന്ധമാണ്. ഏതൊക്കെയാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും ഇല്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ സാക്ഷ്യം പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതാണ് ഒന്നാമത്തെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹർ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോൾ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് പറയണമെന്നാണ് അതിൻ്റെ ആശയം. നമ്മൾ മനസ്സിലുണ്ടാവണം, എന്നിട്ട് വേണം അത് പറയാൻ. നമ്മൾ ഇസ്ലാമിലേക്ക് വരുന്നവർ ആദ്യം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് അത് പറയുന്നത്. നമ്മളൊക്കെ എത്ര കഴിഞ്ഞിട്ടാണ് മദ്രസയിൽ പോയിട്ട് അതിൻ്റെ ഇത് കേൾക്കുന്നത്. അർത്ഥം അറിഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പറയണം. അങ്ങനെ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം അവൻ്റെ പേരിൽ നിർബന്ധമായി. അത് ജീവിതമുള്ള കാലത്തോളം അത് അവൻ നിലനിർത്തണം. എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ആ സമയത്ത് നിറവേറ്റണം. നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്നിട്ടും പറ്റില്ലെങ്കിൽ കിടന്നിട്ടും പറ്റില്ലെങ്കിൽ ആംഗ്യം കാണിച്ചിട്ട് എന്നാൽ പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മളെ റൂഹ് പോകുന്നത് വരെ നമസ്കാരം നമ്മൾക്ക് നിർബന്ധമാണ്. അത് അതിൻ്റെ സമയം നിർണ്ണയിച്ചു കൊണ്ട് തന്നെ ചെയ്യണം. ഇപ്പം നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു മക്കത്ത്. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവർക്കൊക്കെ അവർ മക്ക വിട്ട് പോകേണ്ടി വന്നത്. മദീനത്ത് പോയി ജീവിച്ച് അവിടെയും ഇവർക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. ബദർ യുദ്ധത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് നമസ്കാരത്തിൻ്റെ സമയത്ത് നമസ്കരിക്കണം. അത് ഓരോ സന്ദർഭത്തിലും അതിനനുസരിച്ച് ഇളവുകളുണ്ട്. ഇപ്പോൾ യുദ്ധത്തിലാണെങ്കിൽ എല്ലാവരും കൂടി ഒരു സമയത്ത് നമസ്കരിക്കണ്ട. പകുതി ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നിൽക്കുക, പകുതി ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ വന്നിട്ട് ഒരു റക്അത്ത് നമസ്കരിക്കുക. പിന്നെ അവർ പിരിഞ്ഞു പോയിട്ട് നമസ്കരിക്കാത്ത മറ്റേ ആൾക്കാർ വന്നിട്ട് 2ാമത്തെ റക്അത്ത് നമസ്കരിക്കുക. അങ്ങനെയാണ് നമസ്കാരത്തിൻ്റെ ആ സംഘടനത്തിലുള്ള നമസ്കാരം. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഇത് നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോഴും നമസ്കാരത്തിൻ്റെ സമയത്ത് നമസ്കരിക്കണം എന്നുള്ള നിർബന്ധ കൽപ്പനയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. നമ്മൾ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. അതൊക്കെ നമ്മൾ വിളകളാണെങ്കിൽ ആ വിളവെടുപ്പ് സമയത്ത് തന്നെ കൊടുക്കണം. അതല്ലെങ്കിൽ അതിലൊക്കെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും സമ്പത്തിൻ്റെ പരിധിയിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തുവിടുന്നത് നിർബന്ധമാണ്. റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ആർക്കെങ്കിലും രോഗിയോ യാത്രയിലോ ആയാൽ അവർക്ക് വിഷമമുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ആ മാസം കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടിയാൽ മതി. അമാര്
ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സൗകര്യമുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം, അതും നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെ ഈ 5 കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ മരണം വരെയും. അതുപോലെ 6 കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ഏതൊക്കെയാണത്? അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം. കിതാബുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇറക്കിയിട്ടുള്ള ഈ ഖുർആനും അതിന് മുമ്പുള്ള ഗ്രന്ഥങ്ങളും അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കണം. നമ്മളിലുള്ള കിതാബ്, ഈ ഖുർആൻ, അള്ളാഹു നമ്മളോട് നേരിട്ട് സംവദിക്കുകയാണ്. ഓ മനുഷ്യ, നിനക്ക് ഹിദായത്താണ് ഇതുപോലെ ഇതനുസരിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ പരലോകത്ത് നിനക്ക് മോശം കിട്ടും, സ്വർഗം ലഭിക്കും. അതല്ല, നീ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിനക്ക് വരാനിരിക്കുന്നത് ഭയാനകമായ നരകശിക്ഷയാണ് എന്നുള്ള താക്കീതും നമ്മളോട് പറയുന്നുണ്ട്. അതുമാതിരി പ്രവാചകനുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം. ഈ 6 വിശ്വാസങ്ങളും നമ്മൾ വിശ്വസിച്ചേ മതിയാവും. 5 കാര്യങ്ങൾ പ്രവർത്തിക്കുകയും 6 കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. അതിൽ പെട്ടെന്നാണ് കിതാബുകളിലുള്ള വിശ്വാസം. ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാവുന്നു, അതിലൊരു കൈകടത്തലുകൾ നടക്കുകയില്ല, അതിന് അള്ളാഹു തന്നെ സംരക്ഷിച്ച് നിർത്തും. ഇതിൽ ഒരു വള്ളിപുള്ളിക്ക് പോലും ഒരു ന്യൂനതകളും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ഖുർആനിലൂടെ ഈ ജനങ്ങൾക്ക് മാർഗദർശനമായി അള്ളാഹു പറയുകയാണ്. ഓരോരുത്തരും ആരാണോ ഇത് വായിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഇത് കേൾക്കുന്നത് അവനോട് അള്ളാഹു സംസാരിക്കുകയാണ്, സംവദിക്കുകയാണ്. അത് അവർക്ക് ഒരു വിധത്തിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിശദീകരിച്ചു കൊടുക്കും. കഥാരൂപത്തിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ഖസസ് ഒരു കഥാരൂപത്തിലാണ് പറയുന്നത്. അതുമാതിരി എങ്ങനെയാണോ അവൻ്റെ മനസ്സിലേക്ക് മനസ്സാകാൻ പോകുന്നത് അതുപോലെ അള്ളാഹു വിവരിച്ചു കൊടുക്കും. അങ്ങനെ ഉള്ള ഈ ഗ്രന്ഥത്തിലാണ് സൂറത്ത് താഹയിൽ നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾക്ക് അള്ളാഹു വിവരിച്ചു തരുന്നത്. എന്താണ് ആ വചനം? നമുക്ക് നോക്കാം. സൂറത്ത് താഹയിലെ 124-ാമത്തെ വചനം. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അഅമ്മ. വമൻ അഅറള, ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അറള എന്ന് പറഞ്ഞാൽ വെളിവാക്കുക, പ്രദർശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ അറള അൻ എന്ന് വരുമ്പോൾ തിരിഞ്ഞു കളയുക, പിന്മാറുക, വെറുക്കുക, വിട്ടുകളയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക അറള എന്ന് പറയുമ്പോൾ. അപ്പോൾ വമൻ അറള അൻ ദിക്രി, എൻ്റെ ഈ ഗ്രന്ഥം, എൻ്റെ ഈ മാർഗദർശനം ആരെങ്കിലും മാർഗത്തിൽ നിന്ന് ആരെയും പിന്മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഇന്ന ലഹു, നിശ്ചയമായും, ഇന്ന എന്നുള്ള നിശ്ചയമായും അവിടെ ഫാ വന്ന് ഈ കാര്യം ചെയ്തതുകൊണ്ടാണത്. അങ്ങനെയാണെങ്കിൽ ഫഇന്ന ലഹു, ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവക്ക് പകരമാണ് ഹു വരുന്നത്. അവന് ലഹു, അവനുണ്ട്. ഫഇന്ന ലഹു, നിശ്ചയമായും അവനുണ്ട്. മഈശത്തൻ, ജീവിതം, ഈ നാട്ടിലെ ലോകത്തിലെ ജീവിതം ഉണ്ടല്ലോ, മഈശത്തൻ ലങ്ക. ലങ്ക എന്ന് പറഞ്ഞാൽ കുടുസമായിരിക്കും. അവൻ്റെ ഈ ദുനിയാവിലെ ജീവൻ തന്നെ കുടുസമായിരിക്കും. വനഹ്ശുറുഹും, ഹഷറ എന്ന പദമാണ് ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞത്. ഹഷറ യഹ്ഷുറു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഫീലിൻ്റെ തുടക്കത്തിൽ നൂനോ യാഓ താഓ നൂനോ അലിഫോ വന്നിട്ടുണ്ട്, അത് മുലാരിയായ ഫീലായിരിക്കും. അപ്പോൾ ഹഷറ എന്ന് പറഞ്ഞാൽ യഹ്ഷുറു എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ അതിൻ്റെ സർഫ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ അഷുറു കാണാൻ പറ്റും. ഹഷറ യഹ്ഷുറു, യഹ്ഷുറു യഹ്ഷുറാനി യഹ്ഷുറൂന, തഹ്ഷുറു തഹ്ഷുറാനി യഹ്ഷുറന, തഹ്ഷുറു തഹ്ഷുറാനി തഹ്ഷുറൂന, തഹ്ഷുറുന തഹ്ഷുറാനി തഹ്ഷുർന, അഹ്ഷുറു നഹ്ഷുറു. ഇതാ ആ 14-ാമത്തെ രൂപമാണ് നഹ്ഷുറു. നാം ഒരുമിച്ച് കൂട്ടും. വനഹ്ഷുറുഹു, അവനെ നാം ഒരുമിച്ച് കൂട്ടും. വനഹ്ഷുറു, നാം ഒരുമിച്ച് കൂട്ടും. ഹു, അവനെ. നഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി, യൗമു എന്ന് പറഞ്ഞാൽ ദിവസം, ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യ ദിവസം. അന്ത്യനാളിൽ അവനെ നാം ഒരുമിച്ച് കൂട്ടും. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അമ്മ. ബോർഡിലുണ്ട്, അതിൻ്റെ 1-ാമത്തെ എഴുതിയിട്ടുള്ള ആയത്താണത്. അമ്മ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവനായി, കണ്ണ് പൊട്ടെന്നൊക്കെ പറയില്ലേ, കണ്ണ് കാണാത്തവനായിട്ടാണ് അവനെ ഒരുമിച്ച് കൂട്ടുക. ഒന്നും പറഞ്ഞൊക്കെ വമൻ അറള, ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കണം. പിന്നെ
ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ പിന്നെ അതിന് അർത്ഥം എന്താ നമ്മൾ പറഞ്ഞു നോക്കേണ്ടതില്ല. വമൻ ഒരുത്തൻ അയറല തിരിഞ്ഞു കളഞ്ഞു വിട്ടു കളഞ്ഞു, അയറല അൻ എന്ന് കൂട്ടിച്ചേർപ്പോഴാണ് വിട്ടു കളഞ്ഞു എന്നുള്ള പിന്മാറി എന്നുള്ള അർത്ഥം കിട്ടട്ടാ. അയറല അൻ ദിക്രി, എൻ്റെ ഈ ദിക്റുണ്ടല്ലോ, ഈ ഖുർആനിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫൈന്ന നിശ്ചയമായും അവനുണ്ട്, ലഹു അവനുണ്ട്, മായിഷത്തൻ ലങ്ക കുടുസമായ ഒരു ജീവിതം അവനുണ്ടായിരിക്കും. ഈ ജീവിതത്തിൽ തന്നെ ഐഹിക ജീവിതത്തിൽ തന്നെ കുടുസമായ ഒരു ജീവിതമായിരിക്കും അവനുണ്ടാവുക. വനഹ്ഷറുഹും, ഹഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക, വിട്ടുകളയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹഷറ എന്ന് പറഞ്ഞ ഒരു ഫീലിൻ്റെ മുന്നിൽ 4 തരം അക്ഷരങ്ങൾ വരികയാണെങ്കിൽ യാ, താ, അലിഫ്, നൂന് എന്ന് വരുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മുളാരിയായ ഫീലാണെന്ന്. അപ്പോൾ ഇത് മുളാരിയായ ഫീലാണ്. നഹ്ഷുറു, ഹഷറ എന്ന് പറഞ്ഞാൽ അവൻ ഒരുമിച്ച് കൂട്ടി, യഹ്ഷുറു അവൻ ഒരുമിച്ച് കൂട്ടുന്നു. അത് സർഫ് ചെയ്താൽ നമുക്ക് ഈ നഹ്ഷുറു കിട്ടും. സർഫ് ചെയ്ത് നോക്കിയാൽ യഹ്ഷുറു, യഹ്ഷുറാനി, യഹ്ഷുറൂന, തഹ്ഷുറു, തഹ്ഷുറാനി, യഹ്ഷുർന, തഹ്ഷുറു, തഹ്ഷുറാനി, തഹ്ഷുറൂന, തഹ്ഷുറീന, തഹ്ഷുറാനി, തഹ്ഷുർന, അഹ്ഷുറു, നഹ്ഷുറു. ആ നഹ്ഷുറാണ് 14ാമത്തെ രൂപമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നഹ്ഷുറു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഹഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി, യഹ്ഷുറു ഒരുമിച്ച് കൂട്ടുന്നു, അവൻ ഒരുമിച്ച് കൂട്ടുന്നു. അപ്പോൾ നഹ്ഷുറു എന്ന് പറഞ്ഞാൽ നാം ഒരുമിച്ച് കൂട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടും. ഹു അവനെ, ആരെയാണ് ഒരുമിച്ച് കൂട്ടാൻ പോണത്? വമൻ അയറല ദിക്രി, എൻ്റെ ഈ ദിക്റിനെ ആരെങ്കിലും വിട്ടുകളയുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവന് നഹ്ഷുറുഹു അവനെ നാം ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമത്തി, ഒരു മുലാഫിലേഹിയാണ്. യൗമൽ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യനാളിൻ്റെ ദിവസം. യൗമു എന്ന് പറഞ്ഞാൽ യൗമു എന്നാണ് ദിവസം. ഇവിടെ യൗമ എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിൻ്റെ മഫൂലായിട്ടാണ് വന്നത്. നഹ്ഷുറുഹും എന്ന് കഴിഞ്ഞിട്ട് എപ്പോൾ ഒരുമിച്ച് കൂട്ടും? യൗമ ഒരു ദിവസം, യൗമ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടും. പിന്നെ അല്ല മുലാഫിലേഹിയാണ് അൽ ഖിയാമത്തി. അപ്പം മുലാഫിലേഹിയ വരുമ്പോൾ എന്തൊക്കെ വേണം? അല്ലുണ്ടായിരിക്കണം, അവസാനത്തിന് എറാബ് കിസ്റായിരിക്കണം, ജറായിരിക്കണം. അപ്പോൾ യൗമൽ ഖിയാമത്തി അമ്മ എന്ന് പറഞ്ഞാൽ കണ്ണ് പൊട്ടനായിട്ട്, കണ്ണ് കാണാത്തവനായിട്ടാണ് അവനെ ഒരുമിച്ച് കൂട്ടുക. വമൻ അയറല അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, ആരൊരുത്തൻ നമ്മളെ ദിക്റിനെ കുറിച്ച് വിട്ടുകളയുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ ദിക്റിനെ വിട്ടുകളയുന്നുവോ, അല്ലെങ്കിൽ വെറുക്കുന്നുവോ, പിന്മാറുക, തിരിഞ്ഞു കളയുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ലഹു നിശ്ചയമായും അവനുണ്ട്. ഫഇന്ന ലഹു, ലഹു എന്ന് പറഞ്ഞാൽ ലാ എന്ന് പറഞ്ഞാൽ ക്ക് ന് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഹു എന്നുള്ളത് എന്തിനാണ്? ഹുവക്ക് പകരം അവന് നിശ്ചയമായും ഉണ്ട്. മഈശത്തൻ ലങ്ക, കുടുസമായ ഒരു ജീവിതമായിരിക്കും ഈ ദുനിയാവിൽ അവനക്ക് ഉണ്ടാവുക. കുടുസമായ ഒരു ജീവിതം. വനഹ്ഷുറു, നാം അവനെ ഒരുമിച്ച് കൂട്ടും. നഹ്ഷുറു ഹു, അവനെ ഹുവക്ക് പകരം ഹു വന്നു. നഹ്ഷുറു ഹു, അവനെ നാം ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൻ്റെ ദിവസം അവനെ നാം ഒരുമിച്ച് കൂട്ടും. അമ്മ, കണ്ണ് കാണാത്തവനായിട്ട് ആണ് അവനെ നാം ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ ഇനി ഈ ആയത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു അർത്ഥം കിട്ടാത്തതുണ്ടോ? മൻ എന്ന് പറഞ്ഞാൽ ഒരുത്തെന്നാണ്, വാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ള ആയത്തിനോട് കൂട്ടി യോജിപ്പിച്ച് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയറല എന്ന് പറഞ്ഞാൽ വെളിവാക്കി, അയറല എന്ന് പറയുമ്പോൾ പിന്തിരിഞ്ഞു കളഞ്ഞു, വിട്ടുകളഞ്ഞു എന്നാണ്. അയറല എന്ന് ദിക്രി, എൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിൽ നിന്ന് ഈ ഖുർആനെ ആരവഗണിക്കുന്നുവോ ഫഇന്ന, ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ഫ വരുമ്പോൾ എന്തായോ അതുകൊണ്ട് മുമ്പ് പറഞ്ഞ കാര്യം സംഭവിച്ചത് കൊണ്ട് ഫഇന്ന ലഹു അവനുണ്ട്, അവനക്കുണ്ട്. ലാ എന്ന് പറഞ്ഞാൽ ക്ക് ന് എന്നെല്ലാം അർത്ഥം കിട്ടും. ഹു എന്ന് പറഞ്ഞാൽ ഹുവക്ക് പകരം വരുന്നതാണ്, അവനുണ്ട്. മഈശത്തൻ ഐഹിക ജീവിതം, ലങ്ക കുടുസമായ ഒരു ഐഹിക ജീവിതമായിരിക്കും അവനുണ്ടാകാൻ പോകുന്നത്. വനഹ്ഷുറു ഹു,
യഹ്ഷുറു എന്ന് പറഞ്ഞാൽ ഹഷറ എന്ന് പറഞ്ഞാലാണ് ഒരുമിച്ച് കൂട്ടുക. യഹ്ഷുറു ഒരുമിച്ച് കൂട്ടുന്നു. അതിൻ്റെ 14ാമത്തെ രൂപമാണ് യഹ്ഷുറിൻ്റെ 14ാമത്തെ രൂപമാണ് നഹ്ഷുറു, നാം ഒരുമിച്ച് കൂട്ടും. അവനെ നാം ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൻ്റെ ദിവസം അവനെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആ അമ്മ കണ്ണ് കാണാത്തവനായിട്ട് അവനെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ അടിയിലൊരു 2 ആയത്ത് ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ ഈ ഒരു ആയത്ത് ഇനി നമുക്ക് ഒരിക്കലും ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പരതി പോകേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അതിൻ്റെ അർത്ഥം ഇനി നമ്മൾക്ക് ഡിക്ഷണറി നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത്ര ലളിതമായിട്ടാണ് ഈ പദങ്ങൾ കിടക്കുന്നത്. അയറള എന്ന് പറഞ്ഞാൽ അയറള അൻ എന്ന് പറയുന്നത് കേട്ടോ. അയറള അൻ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു കളയുകയാണ് ദിക്രി. ഈ ദിക്രി ഏതാണ്? ഈ ഖുർആൻ. ഈ ഖുർആനിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ, എന്താണ് ഈ തിരിഞ്ഞു കളയുക എന്ന് പറയുമ്പോൾ? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുക, അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ ലംഘിക്കുക, ഇതൊക്കെയാണ് തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞത്. അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് 5 നമസ്കാരം നിർബന്ധമാണ് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാതെ നടക്കുന്നവനാണ് അത് തിരിഞ്ഞു കളയുക എന്ന് പറയുന്നത്. അവൻ്റെ കൽപ്പനയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ തിരിഞ്ഞു കളയുന്നത് അതാണ്. 5 നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ആരെയും ഇതത് ചെയ്യാത്തവരാണ് തിരിഞ്ഞളയുക എന്ന് പറയുന്നത്. അത് ചെയ്യാത്തവൻ നമ്മൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കുസ്സലാം, നമസ്കാരം ഉപേക്ഷിക്കലാണ് മുസ്ലിമിൻ്റെയും അമുസ്ലിമുകളുടെയും ഇടയിലുള്ള വ്യത്യാസം. 5 നേരത്തെ നമസ്കരിക്കുന്നുണ്ടോ അവൻ മുസ്ലിമാണ്. അവൻ അതിന് തിരിഞ്ഞു കളയുന്നുണ്ടോ, നിസ്കരിക്കാതെ നടക്കുന്നുണ്ടോ, അവൻ മുസ്ലിം അല്ല എന്ന് എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം പിന്തിരിഞ്ഞു കളയുന്ന ആളുകളിൽ പെടാതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കൽപ്പനകൾ ശിരസ വഹിച്ചുകൊണ്ട് ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്തരം ഈ പദങ്ങൾ ഇതിൽ കാര്യമായിട്ട് ഒന്നുമില്ല, പഠിക്കാനില്ല. ഹഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ള പദങ്ങളാണ്. ഹഷറ യഷ്റു, അതിനെ 14 രൂപത്തിൽ മാദിയിലും സർഫിയ, 14 രൂപത്തിൽ മുലാരിലും സർഫിയ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടും. യൗമൽ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുലാഫ് ഇലൈഹിയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമ്മ എന്നുള്ളൊരു പദമാണ് ഇതിൽ പുതുതായിട്ടുള്ളത്. അമ്മ എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടെന്നാണ്, കണ്ണ് കാണാത്ത ആൾ. മായിഷത്ത് എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതം. മായിഷത്ത് ലങ്ക എന്നുള്ളൊരു പദമാണ് അതിൽ പുതുതായിട്ടുള്ളത്. ലങ്ക എന്ന് പറഞ്ഞാൽ കുടുസമായിരിക്കും. മഹേഷത്തെ ലങ്ക, അവൻ്റെ ജീവിതം അവൻ കുടുസമായിരിക്കും. ഐഹിക ജീവിതമുണ്ടല്ലോ, അതവന് കുടുസമായിരിക്കും. ഒമൻ അറള അൻ ദിക്രി, എൻ്റെ ഈ ദിക്റിനെ തൊട്ട് ആരെങ്കിലും വിട്ടുകളയുകയാണെങ്കിൽ ഫൈന്ന ലഹു, അവന് നിശ്ചയമായി അവനുണ്ട് മഹേഷത്തെ ലങ്ക, ഈ ഐഹിക ജീവിതത്തിൽ തന്നെ അവന് കുടുസമായിരിക്കും. വനഹ്ഷുറുഹു, അവനെ നാം ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൻ്റെ ദിവസം അമ്മ കണ്ണ് കാണാത്തവനായിട്ട് അവനെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആയത്ത് ഇനി നമ്മൾ ഒരിക്കലും അതിൻ്റെ ആശയം ഇത് കേൾക്കുമ്പോൾ ഇതിന് ആശയം ഇല്ലാതിരിക്കരുത്. അപ്പോൾ ഈ ഒരു ആയത്താണ് പഠിക്കുക, മനഃപ്പാടമാക്കുക. വമൻ ആറുല്ലാൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ഷുറുഹും യൗമൽ ഖിയാമത്തി അമ്മ എന്ന ഈ ആയത്ത് വളരെ ലളിതമായിട്ട് നമ്മൾക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഒരാളോട് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവരുത്. നമുക്ക് ഡിക്ഷണറിയിൽ നോക്കാം, ഡിക്ഷണറിയിൽ നമുക്ക് നോക്കാം ഇതിൽ അർത്ഥം ഇത് തന്നെ അല്ലേ എന്ന്. നമുക്ക് ഏത് ഡിക്ഷണറിയിൽ നോക്കിയാലും ഇത് തന്നെ ആയിരിക്കും അതിൻ്റെ അർത്ഥം. നമ്മൾ പറഞ്ഞ് ഡിക്ഷണറിയിൽ അർത്ഥമൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഓരോ സംഘടനക്കും അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അല്ലാണ്ട് അർത്ഥത്തിൽ ആരും വ്യത്യാസം വരുത്തില്ല. അർത്ഥം എല്ലാത്തിനും ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ അർത്ഥം നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഉണ്ടായെന്ന് നിങ്ങൾ നോക്കണം. അള്ളാഹു പഠിക്കാനും ഉള്ള ഈ ഉത്സാഹം നമുക്ക് നിലനിർത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി 2 ചെറിയ ആയത്തുകളുണ്ട്, അത് നമുക്ക് വിശകലനം ചെയ്യാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.